ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ എത്ര പേര് വട്ടവടയിൽ പോയിട്ടുണ്ടാവും? നമ്മളൊരു മലയാളിയെ സംബന്ധിച്ചോളം ഒരു ദിവസം അവധി കിട്ടിയാൽ നമ്മൾ ആദ്യം പറയുന്ന വാക്ക് മൂന്നാറായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലെങ്കിൽ ആലപ്പുഴ തേക്കടിയൊക്കെ പറയും. പക്ഷേ വട്ടവട എന്ന് പറയുമ്പോൾ മൂന്നാറിൽ നിന്ന് നമ്മളൊരു ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴി, ടോപ്പ് സ്റ്റേഷൻ എനിക്കൊരു 34 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചതിന് വട്ടവട എത്തി. ഈ വട്ടവടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്നാർ പഴയ മൂന്നാറല്ല. മൂന്നാർ ഒരുപാട് ഗെയിംസ്, ഒരുപാട് ബിൽഡിങ്ങുകൾ ആകെ കൺജസ്റ്റഡാണ്. വട്ടവട എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറിൽ കേരളത്തിൻ്റെ അവസാനത്തെ ഗ്രാമമാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വെജിറ്റേഷൻസ് ഉണ്ടാവുന്ന ഒരു ടൗൺ എന്ന് പറയുന്നത് വട്ടവടയാണ്. ഇപ്പോൾ ഇവിടെ പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുത്തെ കൃഷി ചെയ്യാൻ വേണ്ടി സായിപ്പ് കൊണ്ടുവന്ന തൊഴിലാളികളുടെ ഇപ്പോഴത്തെ തലമുറ ഇവിടെയുള്ളത് അവരെല്ലാവരും മലയാളം പറയും. മലയാളികളാണെങ്കിലും പൂർവ്വരൊക്കെ തമിഴന്മാരാണ്. അപ്പോൾ ഇവിടെ ചുറ്റും മലകളാണ്. അപ്പോൾ മൂന്നാർ എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ഗാർഡൻസും അതേപോലെ തന്നെ പരയാടുകളും ഇതെല്ലാം കണ്ടിട്ട് സ്റ്റേ ചെയ്യണം നിങ്ങളിനി വട്ടവടയിലാക്കി നോക്കുക. പിന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും -3 വരെ എത്തും. അപ്പോൾ വട്ടവട വരെ നമുക്ക് ബസ്സിലെത്താം. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ഈ വെജിറ്റേഷനും അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരുപാട് സ്ട്രോബെറി ഫാമുകളുണ്ട്, വെളുത്തുള്ളി ഫാമുണ്ട്. ഇതിലൂടെയൊക്കെ പോകണമെങ്കിൽ ജീപ്പ് തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഒരു ജീപ്പ് മൊത്തം എടുക്കുകയാണെങ്കിൽ 2000 രൂപയോളം വരും. 10 പേർക്ക് ഇരിക്കാം. ഫ്രണ്ടിൽ 2, നടുക്ക് 4, ബാക്കിൽ 4, പിന്നെ 11ാമത്തെ ഡ്രൈവർ. പിന്നെ ഇതാണ് ഈ റോഡുകൾ, പ്യുവർലി ഓഫ് റോഡാണ്. ഇപ്പം ചില സ്ഥലത്തൊക്കെ എതിരേന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ അവരൊതുക്കി പോകും, കാരണം റൈറ്റ് സൈഡ് കൊക്കയാണെങ്കിൽ അവർ യൂസ്ഡാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെ വണ്ടി വന്നാൽ നമ്മൾക്ക് ശീലമില്ലാത്തതുകൊണ്ടും പല ന്യൂസുകൾ പേപ്പറിൽ വായിക്കുന്നതുകൊണ്ടും നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരത് റിവേഴ്സ് എടുത്തിട്ട് സ്ഥലത്ത് വെച്ച് നമ്മൾ അങ്ങോട്ടും കയറി പോവുകയും ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റായിട്ട് ഒരുക്കിയേക്കാനാണ്. നേരത്തെ മുകളിൽ നിന്നോളം കാണാൻ വേണ്ടി. ഇപ്പോൾ ഇത് താഴെ മണ്ണൊക്കെ മാറ്റിയിട്ട് ഒരു 10-30ഓളം ജീപ്പുകൾക്ക് പാർക്ക് ചെയ്ത് ആൾക്കാർക്ക് നന്നായിട്ട് വ്യൂ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മലകളുടെ അപ്പുറം കൊടൈക്കനാലാണ്. പണ്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് 56 കിലോമീറ്റർ സഞ്ചരിച്ച് കാട്ടിക്കൂടി റോഡുണ്ടായിരുന്നു. അത് പിന്നെ പിൽക്കാലത്ത് അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ വട്ടവടയിൽ നിൽക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഭയങ്കര പിൻഡ്രോപ്പ് സൈലൻസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അതും ഒരു ഫെബ്രുവരിയിലേക്ക് വന്ന നല്ലൊരു ക്ലൈമറ്റാണ്. ഞങ്ങൾ ഏപ്രിലിൽ ചെന്ന ശേഷമാണെങ്കിൽ തന്നെയും നന്നായിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. ഒരുപാട് ചൂടില്ല, എന്നാൽ വലിയ തണുപ്പുമല്ല. പക്ഷേ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണെങ്കിൽ നല്ല രസമാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യമാണ് സ്ട്രോബെറി ഫാമിങ്. ഇപ്പോൾ സാധാരണ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നതിന് കൂടെ അല്ലെങ്കിൽ കുറേ സ്ഥലം ഇവിടുത്തെ കർഷകർ സ്ട്രോബെറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റും തുറസായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളും പിന്നെ ഹൈബ്രിഡ് ചെടികളിലൂടെ ആയപ്പോൾ വളരെ നല്ല രീതിയിൽ വർഷത്തിൽ 2 പ്രാവശ്യം അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വട്ടവടയെ പ്രത്യേകത. പിന്നെ ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള വ്യൂ പോയിൻറ്റും കുതിര സവാരിയും അല്ല, അവിടെ നമുക്ക് എറണാകുളത്തെ 5 സ്റ്റാർ ഹോട്ടലിനോട് തന്നെ കിടപിടിക്കുന്ന ചാൻഡീസ് റിസോർട്ടുണ്ട്. വളരെ എക്സ്പെൻസീവ് റൂമുകളാണ്, നല്ല വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ അവിടെ യൂക്കാലിപ്സ് ഓയിലല്ലാണ്ട് തടിക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള സമയമാകുമ്പോൾ അത് മുറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര വ്യത്യസ്തമായൊരു വില്ലേജാണ് ഈ പറഞ്ഞ വട്ടവട. മൂന്നാറിൽ മാത്രം കാഴ്ച ഒതുക്കാണ്ട് ഈ കാലിൻ്റെ ഭംഗി ഇതെല്ലാം ആസ്വദിച്ച് വട്ടവടയിലോട്ട് വരിക. ഒരിക്കൽ വന്നാൽ പിന്നെ നിങ്ങൾ മൂന്നാർ വരുമ്പോൾ വട്ടവടയും കൂടി കാണാണ്ട് പോരില്ല. KSRTC ബസ് വട്ടവട വരെ ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട്. അതല്ലെങ്കിൽ അവനവൻ്റെ വണ്ടിയിൽ വരാം. മാട്ടുപ്പെട്ടിയും കുണ്ടല ഡാമെല്ലാം കഴിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലെത്തി ഇടത്തോട്ട് പോയി. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.